പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം പറഞ്ഞത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഒരു പാസിംഗ് ഔട്ട് പരേഡിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഉപപ്രധാനമന്ത്രി ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രതിരോധ മന്ത്രിയാകട്ടെ കഴിഞ്ഞ കാലം കുറയായി 30 വർഷമായി ഏത് തരത്തിലേക്കാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതെന്ന് സമ്മതിക്കുന്നു. കുറ്റസമ്മതം നടത്തുന്നത് കണ്ടു. ഇപ്പോൾ എന്താണ് ഒരു നിഷ്പക്ഷമായ അന്വേഷണം എന്നതിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ചില സൂചനകൾ അനുജായി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് നൽകിയതാണ്. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഒരു അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഒരു സാന്നിധ്യത്തിൽ നടക്കുന്ന അന്വേഷണം, അതിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ഇന്നിപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത്തരമൊരു പരാമർശം ആവർത്തിച്ചത്. അദ്ദേഹം പറയുന്നത് നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണം പെഹൽഗാം വിഷയത്തിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ അതിൽ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ല. വെറുതെ ഇന്ത്യ ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുകയും പെട്ടെന്ന് തിടുക്കം പിടിച്ച് ചില നടപടികൾ പാകിസ്ഥാനെതിരെ സ്വീകരിക്കുകയുമാണ് എന്നൊരു ആരോപണമാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഒരു അന്വേഷണം സുതാര്യവും നിഷ്പക്ഷവുമായി നടക്കുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാം എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അനൂജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ തന്നെ അംഗീകരിച്ച് അവർ തന്നെ തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നേരത്തെ അനുജ തന്നെ സൂചിപ്പിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞ ഭീകരവാദത്തെ ഞങ്ങൾ എങ്ങനെയൊക്കെ സഹായിച്ചിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന തുറന്നു പറച്ചിൽ. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് അന്വേഷണമാണ് പാകിസ്ഥാൻ ഇനിയും ആഗ്രഹിക്കുന്നത് എന്നത് സംശയമാണ്. കാരണം മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള കേസുകളിൽ കസബിൻ്റെ അടക്കം മൊഴി നമുക്ക് മുന്നിലുണ്ട്, തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ഭീകരവാദികൾ പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാണ്ഡഹാർ അടക്കമുള്ള ഓർമ്മകൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായി വ്യക്തമാകുന്ന നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പഹൽഗാമിൽ ഇത്തരമൊരു ആക്രമണം നടന്നത്. അതിൻ്റെ പോലും തെളിവുകൾ നമ്മുടെ കൈവശമുള്ളത് കൊണ്ടാണ് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന സമ്മർദ്ദങ്ങളെ മറികടന്ന് നയതന്ത്രപരമായി പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ സാധിച്ചതും. അതാണ് ഏതായാലും പാകിസ്ഥാന്റെ നിലവിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുകയാണ്. ഒരു പാസിംഗ് ഔട്ട് പരേഡിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം.